بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഹസൻ, ഹുസൈൻ, മുഹ്സിൻ എന്നീ 3 ആൺമക്കളുടെ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളുടെ ചരിത്രം നമ്മൾ പഠിച്ചു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പെൺമക്കളാണ് ഉമ്മു കുൽസൂം, സൈനബ്. ഈ 2 പെൺമക്കളുടെ ചരിത്രവും വിശാലമായി നിറഞ്ഞു നിൽക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 2 പേരമക്കളും ചെറിയ കുട്ടികളാണ്. ഉമ്മു കുൽസൂം ബിൻത്ത് അലി, ഉപ്പ അലി റളിയല്ലാഹു തആല അൻഹു, ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് അവരെ വിവാഹം കഴിച്ചത്. ആ വിവാഹത്തിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയ്ക്ക് 2 മക്കളുണ്ട്. ഒന്ന് സെയ്ദ്, 2 റുഖയ്യ. കർബല ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച മഹദിയാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ. മദീനയിലാണ് അവരുടെ ജനനം. ഹിജ്റയുടെ 6ലാണ് അവർ ജനിക്കുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 4-5 വർഷം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ വളരെ ചെറിയ പ്രായമാണുള്ളത്. പിന്നീട് അലി റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു തന്റെ അരികിലേക്ക് വന്ന് വിവാഹം അന്വേഷിക്കുന്നു. ആ വിവാഹം അന്വേഷിക്കാൻ ഒരു കാരണമുണ്ട്. ഒരു റസൂലുള്ളാഹിയുടെ ഒരു ഹദീസാണ് ആ വിവാഹം അന്വേഷിക്കാനുള്ള കാരണം. യൻഖതിഉ യൗമൽ ഖിയാമത്തി കുല്ലു സബബിൻ വലാ നസബിൻ ഇല്ലാ സബബി വനസബി. നാളെ ഖിയാമത്തു നാളിൽ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും, എല്ലാ കുടുംബ ബന്ധങ്ങളും മുറിഞ്ഞു പോകും. റസൂലുള്ളാഹിയുമായുള്ള ബന്ധമല്ലാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള കുടുംബ ബന്ധമല്ലാതെ. അല്ലല്ലോ, നാളെ പരലോകത്ത് എല്ലാവരും വരും. എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഒന്നുമില്ലല്ലോ. ഉപ്പ മകനെ നോക്കുകയില്ല, മകൻ ഉമ്മയെ നോക്കുകയില്ല, സഹോദരന്മാർ തിരിഞ്ഞു നോക്കുകയില്ല. അതാണ് ഖിയാമം. എന്നാൽ റസൂലുള്ളാഹിയുമായി ചേർത്ത ബന്ധങ്ങൾ അതൊഴികെ ബാക്കി എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായൊരു ബന്ധമുണ്ടാകണം. ഈ ആഗ്രഹത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് വന്ന് കാര്യം ആവശ്യപ്പെട്ടു. അലി റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു കുൽസൂമിനെ ഒന്ന് കാണാൻ ആവശ്യപ്പെടുകയാണ്. കാരണം ഇസ്ലാമിലെ വിവാഹത്തിൽ പരസ്പരം കാണണം, കണ്ടിഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വിവാഹങ്ങൾ നടക്കേണ്ടത്. ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയല്ല. പെണ്ണിന് ആണിനെ ഇഷ്ടപ്പെടണം, ആണിന് പെണ്ണിനെയും ഇഷ്ടപ്പെടണം. പരസ്പരം ഇഷ്ടപ്പെടുക എന്നത് പ്രധാനമാണ്. അതിന് അലി റളിയല്ലാഹു തആല അൻഹു ഒരു പുതപ്പ് തൻ്റെ മകളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ഉമർ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് ഇത് കൊടുത്തയക്കുകയും ചെയ്യുന്നു. എന്നിട്ട് മകളോട് പറയുന്നു, ഈ പുതപ്പ് താങ്കൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു തആലയോട് മോള് ചോദിക്കുക. അങ്ങനെ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ ആ പുതപ്പുമായി ഉമർ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് വന്നു. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉപ്പ ചോദിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഉമർ റളിയല്ലാഹു തആലയോട് പറഞ്ഞു. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് മറുപടി പറയുക എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു അവരോട് പറയുകയും ചെയ്തു. മകൾ അലി റളിയല്ലാഹു തആലയോട് കാര്യം പറഞ്ഞപ്പോൾ വിവരങ്ങൾ അലി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. ആ വിവാഹത്തിന് ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ അവരിഷ്ടപ്പെടുകയും അവർ ആ വിവാഹത്തിന് തൃപ്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയുടെയും വിവാഹം നടന്നു. പൂർണ്ണ ഇഷ്ടത്തോടുകൂടെയാണ് ആ വിവാഹം നടക്കുന്നത്. അലി റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം മകൾ ഉമ്മു കുൽസൂമിനോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. അതിന് കാരണം ഉമ്മ 2 പെൺമക്കളുടെയും ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞ ഉടനെ ഏതാനും മാസങ്ങളാണ് ഫാത്തിമ റളിയല്ലാഹു തആല ജീവിച്ചിട്ടുള്ളത്. ഫാത്തിമ റളിയല്ലാഹു തആല വഫാത്തിന് ശേഷം 2 ചെറിയ പെൺമക്കൾ. ആ പെൺമക്കളെ വളർത്തുന്നത് അലി റളിയല്ലാഹു തആല ആണ്. പിന്നീടാണ് ഉമാമ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു തആല ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആലയെ ഉമർ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു തആല വിവാഹം കഴിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഷിയാക്കൾ ഉമർ റളിയല്ലാഹു തആലയുടെ പേര് കേട്ടാൽ ലഅനത്ത് ചൊല്ലും. മദീന ശുദ്ധീകരിക്കണം എന്നാണ് അവർ പറയുന്നത്. എന്താണ് അവരുടെ ശുദ്ധീകരണം? മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല, ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയും ഖബറുകൾ മദീനയിൽ നിന്ന് പുറത്തേക്ക് കളയണം. അതാണ് ഷിയാക്കളുടെ ലക്ഷ്യം, ഷിയാക്കളുടെ പൂതി. എന്നാൽ അലി റളിയല്ലാഹു തആല എത്രമാത്രം ഉമർ റളിയല്ലാഹു തആല സ്നേഹിച്ചു, പരിഗണിച്ചു, ആദരിച്ചു, അദ്ദേഹത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. ഇത് വല്ലതും ഷിയാക്കൾക്ക് അറിയുമോ? ഷിയാക്കൾക്ക് എന്തു ബന്ധമാണ് അലി റളിയല്ലാഹു തആലയുമായിട്ടുള്ളത്? എന്ത് സ്നേഹമാണ് അവരവകാശപ്പെടുന്നത്? അലി റളിയല്ലാഹു തആല തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ഉമർ റളിയല്ലാഹു തആലവിനാണ്. അവർക്കിടയിൽ എന്തെങ്കിലും വിധത്തിലുള്ള വെറുപ്പോ എന്തെങ്കിലും വിധത്തിലുള്ള അകൽച്ചയോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അത്രമാത്രം സ്നേഹത്തിലും ആദരവിലുമാണ് അവർ പരസ്പരം കഴിഞ്ഞിട്ടുള്ളത്. മഹാനായ അലി റളിയല്ലാഹു തന്റെ മകൾ ഉമ്മു കുൽസൂമിന് 40,000 ദിർഹമാണ്. റസൂലുള്ളാഹി ഭാര്യമാർക്ക് 400 ദിർഹമാണ് മഹർ നൽകിയത്. ഉമർ റളിയല്ലാഹു തആല ഉമ്മു കുൽസൂമിന് മഹർ നൽകുന്നത് 40,000 ദിർഹമാണ് എന്ന് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഹിജ്റയുടെ 50-ൽ അവരുടെ മകൻ ഉമർ റളിയല്ലാഹു തആലയുടെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു തആലയുടെയും മകൻ സെയ്ദ് മരണപ്പെട്ടു. സെയ്ദ് മരണപ്പെട്ട അതേ ദിവസമാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല മരണപ്പെടുന്നത്. മകനും ഉമ്മയും ഒരേ ദിവസമാണ് മരണപ്പെടുന്നത്. 2 മയ്യത്തുകളും ഒരേ സമയമാണ് നമസ്കാരത്തിനു വേണ്ടി കൊണ്ടുവെക്കപ്പെടുന്നത്. നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല വന്നു. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല വന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലവിനോട് ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ആണ് ആ നമസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു പെൺകുട്ടിയാണ് അലി റളിയല്ലാഹു തആലയുടെ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പെൺകുട്ടിയാണ് സൈനബ് ബിൻത്ത് അലി. ഉമ്മു കുൽസൂം, സൈനബാണ് അടുത്ത മകൾ. സൈനബ് കർബലയിൽ പങ്കെടുത്ത മഹദിയാണ്. ഹിജ്റയുടെ 5-ലാണ് അവരുടെ ജനനം എന്ന് ഒരു അഭിപ്രായം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരണപ്പെട്ടു പോയതുകൊണ്ട് അലി റളിയല്ലാഹു തആല പ്രത്യേകമായി ലാളിച്ച സ്നേഹിച്ച പെൺകുട്ടിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആലയെ വിവാഹം അന്വേഷിക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആലയെ കൊണ്ട് ഉമ്മു കുൽസൂമിനെ വിവാഹം കഴിപ്പിക്കണം എന്നതായിരുന്നു അലി റളിയല്ലാഹു തആലയുടെ ആഗ്രഹം. എന്നാൽ ഉമർ റളിയല്ലാഹു തആല വിവാഹം അന്വേഷിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല അവരെ വിവാഹം കഴിച്ചു കൊടുത്തു. സൈനബിനെ കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല വിവാഹം കഴിപ്പിച്ചു. ഹുസൈൻ റളിയല്ലാഹു തആല കർബലയിൽ രക്തസാക്ഷിയാകുമ്പോൾ സൈനബ് റളിയല്ലാഹു തആല അവിടെ ഉണ്ടായിരുന്നു. കർബലയിലെത്തിയപ്പോൾ ഇതാ തൊട്ടടുത്ത നിമിഷം തൻ്റെ സഹോദരന് അപകടം സംഭവിക്കുമെന്നറിഞ്ഞപ്പോൾ സൈനബ് റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. കരയുന്നത് കണ്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അവരെ ആശ്വസിപ്പിച്ചു. ആ വാക്കുകൾ ചരിത്രത്തിൽ ഇങ്ങനെയാണ്: ഇത്തഖില്ല, സഹോദരി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅലമി, നിങ്ങൾ അറിയണം, അന്ന അഹ്ലൽ അർദ് യമൂതൂൻ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മരിക്കും. ആരും മരണത്തിൽ നിന്ന് ഒളിച്ചോടുകയില്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മരണപ്പെടും. വഅന്ന അഹ്ലസ് സമാ ലാ യബ്ഖൂൻ, വാനലോകത്തുള്ളവരും മലക്കുകളും അവരും ബാക്കിയാവുകയില്ല. വഅന്ന കുല്ല ഷൈഇൻ ഹാലിക് ഇല്ലാ വജ്ഹല്ലാ, അല്ലാഹു അല്ലാത്ത എല്ലാം നശിക്കും. ദുനിയാവ് നശിക്കാനുള്ളതാണ്. സൂര്യനും ചന്ദ്രനും ഈ പ്രപഞ്ചം അത് മുഴുവൻ നശിക്കും. ജദ്ദി ഖൈറും മിന്നി,
എൻ്റെ വല്ലിപ്പ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. വഅബി ഖൈറും മിന്നി, ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. വഉമ്മി ഖൈറും മിന്നി, ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. വഅഖി അൽ ഹസൻ, സഹോദരൻ ഹസൻ ഖൈറും മിന്നി എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. വലി കുല്ലി മുസ്ലിമിൻ ബിറസൂലില്ലാഹി ഉസ്വ, എനിക്കും എല്ലാ മുസ്ലിമിനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃകയുണ്ട്. അഥവാ അവരൊക്കെ മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടു, ഉപ്പ അബൂബക്കർ സിദ്ദീഖ് മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ഹസൻ മരണപ്പെട്ടു. അവരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സുനിശ്ചിതമായ മരണം എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരും. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങൾ വസ്ത്രം കീറുകയോ പ്രകടനങ്ങൾ നടത്തുകയോ അത്തരത്തിലുള്ള വിലാപ പ്രകടനങ്ങളിലേക്ക് പോവുകയോ ചെയ്യരുത് എന്ന് പ്രത്യേകം മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വസിയത്ത് നൽകുകയാണ്. ആ വസിയത്ത് അനുസരിച്ചുകൊണ്ട് അവർ ക്ഷമിക്കുകയും ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് മരണം വരെ കഴിയുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു തആല അൻഹു 2 പെൺമക്കൾ, അവർ ഇസ്ലാമിക ചരിത്രങ്ങളിൽ ധീരമായ നിലപാടുകൾ സ്വീകരിച്ച ഇടപെടലുകൾ നടത്തിയവരാണ്. നമുക്ക് അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സഹോദരിമാർക്ക് പഠിക്കാനും പകർത്താനും എമ്പാടും പാഠങ്ങളുണ്ട്. അള്ളാഹു ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.